ഓക്കെ. സോ മണി ലോണ്ടറിങ്ങിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരിക്കും വരിക. എന്തെങ്കിലും ഒരു സസ്പീഷ്യസ് ആയിട്ട് ഒരു സെനേറിയോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നിങ്ങളുടെ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം, നിങ്ങളുടെ നോളജ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ മണി ലോണ്ടറിങ്ങിന്റെ സ്റ്റെപ്സും പിന്നെ അതെങ്ങനെ നിങ്ങൾ അസസ് ചെയ്യുന്നതെന്നും ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ എക്സാമിന് എഴുതേണ്ടി വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ റിക്വയർമെന്റ്സ് എന്താണോ അതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക. ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക് മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ് റിസ്ക് അസസ്മെന്റ്. ഓക്കെ. അപ്പൊ ഏതൊരു ഫേമിലും എന്തുണ്ടാവണം? റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവണം. എന്താണ് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ്? നമ്മൾ മുൻപൊക്കെ ഒരുപാട് സബ്ജക്ട്സിൽ പഠിച്ച പോലെ തന്നെ മണി ലോണ്ടറിങ് വന്നേക്കാം എന്നുള്ള റിസ്ക് നമ്മൾ മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നോക്കി, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഫങ്ഷനിങ് നോക്കിയിട്ട് നമ്മൾ മുൻകൂട്ടി എന്താണ് എസ്എസ് ചെയ്യുക, അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മളൊരു ധാരണ ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയുന്നത്? റിസ്ക് അസസ്മെന്റ് ഇൻ മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ മണി ലോണ്ടറിങ് ആവാം, അല്ലെങ്കിൽ ടെററിസ്റ്റ് ഫിനാൻസിങ് റിസ്ക്കും ഉണ്ടാവാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾക്ക് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ എന്താണോ അത് നമ്മൾ എന്ത് തന്നെ ആയാലും ഡോക്യുമെന്റ് ചെയ്യും. അതായത് ഒരു ക്ലിയർ ഗൈഡൻസ് ഉണ്ടാവും ആരൊക്കെ എന്തൊക്കെ ചെയ്യണം ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ഇസ് എനി റിസ്ക് ഇൻ ദി ക്ലൈന്റ് ഫേം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു പ്രൊസീജിയർ തന്നെ ഉണ്ടാവും, അത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മളുടെ പ്രൊഫഷണൽ കോഡ് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോഡി, അല്ലെങ്കിൽ ആ കൺട്രിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ് പറയുന്നത്, അതിനനുസരിച്ചും കൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ എഴുതി വെക്കുക. ഓക്കെ. ഇനി എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് ദാറ്റ് വി ഷുഡ് കൺസിഡർ? ഫസ്റ്റ് വൺ, കസ്റ്റമേഴ്സ്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം നോക്കുക, ക്ലയന്റ് കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിയുടെ ആയാലും ക്ലയൻസ് എങ്ങനെയാണ്, ആ ക്ലയൻസിന്റെ ഒരു സ്റ്റാൻഡ് എങ്ങനെയാണ്, അവരുടെ കയ്യിൽ ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ടോ, ഹൈ റിസ്ക് ഉള്ള ക്ലയൻസ് ആണോ, പൊളിറ്റിക്കലി നന്നായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ആ ക്ലയന്റിലുണ്ടോ, അല്ലെങ്കിൽ കൺട്രീസ് അല്ലെങ്കിൽ റീജിയൻസ് ഇതിലൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുക. ഓക്കെ. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ എന്തും കൂടെ കണ്ടുപിടിക്കുക, ഇവരുടെ ഡീലിങ്സ് വിത്ത് അതർ കൺട്രീസ് ഓൾസോ വി ഷുഡ് ലുക്ക് ഇൻ ടു ഇറ്റ്. ഓക്കെ. അപ്പൊ ഇതൊക്കെ ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് നമ്മളുടെ ക്ലയന്റിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി ഈ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് ഞാൻ പറയുന്ന സമയത്ത് നമ്മൾ ഓഡിറ്റ് ഫേം ആണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ക്ലയന്റിനെയാണ് അത്രയും നമ്മൾ ആദ്യം എല്ലാം അന്വേഷിച്ച് അത്രയും നല്ല ക്ലയൻസിനെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പം നമ്മളുടെ ക്ലയന്റ് ഫേമിന്റെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുവാണെങ്കിൽ വി ഷുഡ് ലുക്ക് ഇൻ ടു ദാറ്റ്, നമ്മളുടെ ക്ലയന്റ് ഫേം ആക്സെപ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നല്ല ആൾക്കാരാണ്, പൊളിറ്റിക്കലി എന്താണ് ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടാത്ത ആൾക്കാരാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ആദ്യം റിസ്ക് അസസ്മെന്റ് ചെയ്യും. അപ്പൊ ഇത് രണ്ട് പേഴ്സ്പെക്റ്റീവിലും നിങ്ങൾക്ക് ചിന്തിക്കാം. ഓക്കെ. അത് ചിന്തിക്കാൻ പറയുന്നത് കാരണം ക്വസ്റ്റ്യൻ എങ്ങനെയും വരാം. ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മളുടെ ക്ലയന്റ് കമ്പനി വേറൊരു അവരുടെ കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നതാവാം. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്ലയൻസിന്റെ ആവാം. ഓക്കെ. സോ ക്വസ്റ്റ്യൻ ക്യാൻ ബി ഇൻ എനി ഫോം ഓർ വേ. അപ്പൊ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എങ്ങനെ വന്നാലും. ഓക്കെ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓർ സർവീസസ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്താണോ ഈ ക്ലയന്റ് കമ്പനിയുടെ സർവീസസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ്സ് ഓഫർ ചെയ്യുന്നത്, അത് ചിലപ്പോൾ മണി ലോണ്ടറിങ്ങിന് ചെയ്തേക്കുവോ, അതൊക്കെ നമ്മൾ നോക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ക്ലയന്റ് ഡീൽ ചെയ്യുന്നത് ഹൈ വാല്യൂ ഗോൾഡ് ഒക്കെ പോലത്തെ ഐറ്റംസ് ആണെങ്കിൽ അവിടെ മണി ലോണ്ടറിങ്ങിന്റെ ഒക്കെ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മളുടെ ക്ലയന്റ് വളരെയധികം ക്യാഷ് യൂസ് ചെയ്തിട്ടാണ് ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് മണി ലോണ്ടറിങ് ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പൊ ക്വസ്റ്റനിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അടുത്തത് ട്രാൻസാക്ഷൻസ്. ഇനി നമ്മൾ നമ്മുടെ ക്ലയന്റ് കമ്പനിയെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആ കമ്പനിയിൽ അൺയൂഷ്വലി ഉള്ള ട്രാൻസാക്ഷൻ ഉണ്ടോ, വളരെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടോ, ഒരുപാട് എമൗണ്ട്സ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒക്കേഷണലി വരുന്നതൊക്കെ കാണുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കുക. അടുത്തത് ഡെലിവറി ചാനൽസ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ക്ലയന്റ് ഫേംസ് എങ്ങനെയാണ് അവരുടെ പ്രോഡക്ട്സ് ഡെലിവർ ചെയ്യുന്നത്. അത് അവർ ഫേസ് ടു ഫേസ് ആണോ, അല്ലെങ്കിൽ ഓൺലൈൻ ആണോ? ഓൺലൈൻ ആണെങ്കിൽ അത്രയും കൂടുതൽ റിസ്കി ആയിരിക്കും, കാരണം വെരിഫിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളുടെ ക്ലയന്റ് കമ്പനി ഓൺലൈനിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോഡക്റ്റ്സ് ഒക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ എമൗണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നില്ല, അവരുടെ കസ്റ്റമേഴ്സിന്റെ ID ചെക്സോ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ക്ലയന്റ് ഫേമിൽ ചിലപ്പോൾ മണി ലോണ്ടറിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇറ്റ്സ് എ റിസ്ക്. ഇറ്റ്സ് നോട്ട് എ ഡെഫിനറ്റീവ് കേസ്, ഇറ്റ്സ് എ റിസ്ക്. ഓക്കെ.
അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എന്ത് സെനേറിയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടി പറ്റണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ക്വസ്റ്റ്യൻ തന്നെ കിട്ടും. അത് നമ്മൾ കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്തിട്ടാണ് ട്രിപ്പിൾ എ ആൻസർ ചെയ്യുക. അങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാൻ ആ അപ്രോച്ചാണ് യൂസ് ചെയ്തത്. ഞാൻ ബെൻ വിൽസൺ എന്ന് പറയുന്ന ഒരു ട്യൂട്ടറുടെ അപ്രോച്ചാണ് എൻ്റെ ട്രിപ്പിൾ എ എക്സാമിന് യൂസ് ചെയ്തത്. അത് തന്നെയാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനും ഭാവിയിൽ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത്. ഓക്കെ, സോ ബേസിക്കലി പി ലെവലിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഈ പുറത്തുനിന്ന് വരുന്ന എക്സ്ട്രാ ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആൻസർ ഉള്ള രീതിയിലായിരിക്കും. അതായത് ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ തന്നെ ആൻസർ, എക്സിബിറ്റ്സിൽ ആൻസർ ഉള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ എക്സിബിറ്റ്സ് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, മണി ലോണ്ടറിംഗ് എല്ലാം ഏകദേശം അതുപോലെ വരിക. ഇനി അടുത്തത് റിസ്ക് അസസ്മെന്റ്, വാട്ട് ഇറ്റ്സ് ഫോർ, അല്ലേ? അപ്പോൾ റിസ്ക് അസസ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് മുൻകൂട്ടി മണി ലോണ്ടറിങ് റിസ്ക് ഒക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസ്ക് അസസ്മെന്റ് ബേസിക്കലി, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? റിസ്ക് അസസ്മെന്റ് യൂസ് ചെയ്തിട്ട് പോളിസീസും ഒരുപാട് പ്രൊസീജിയേഴ്സും അതേപോലെ കൺട്രോൾസ് ഒക്കെ ഉണ്ടാക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ മണി ലോണ്ടറിങ് സംഭവിക്കുന്നത് നമ്മൾ പിടിക്കാതെ പോകുന്ന ആ ഒരു റിസ്ക് ഉണ്ടല്ലോ, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഫേംസ് ആണ്, ക്ലൈൻറ്റ് ഫേംസിന്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ബിസിനസിന്റെ പെർസ്പെക്റ്റീവ് ചിന്തിക്കുകയാണെങ്കിൽ ബിസിനസ്സിന് എപ്പോഴും മണി ലോണ്ടറിങ് അസസ്മെന്റ്സ്, റിസ്ക് അസസ്മെന്റ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. സോ ദാറ്റ് അവരറിയാതെ, അവരുടെ മാനേജ്മെന്റ് അറിയാതെ അവരുടെ കമ്പനിയിൽ മണി ലോണ്ടറിങ് നടക്കാതിരിക്കാൻ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എപ്പോഴും ഒരു റിസ്ക് ബേസ്ഡ് അപ്രോച്ച് ആണ് നമ്മൾ എപ്പോഴും മണി ലോണ്ടറിങ്ങിന് കൊടുക്കുക. ഓക്കെ, ഇനി എന്താണ് ഈ റിസ്ക് ബേസ്ഡ് അപ്രോച്ച്? ഓക്കെ, ഇവിടെ നമ്മൾ എല്ലാ ക്ലയൻറ്റിൻ്റെയും ഓരോ ഫങ്ഷൻസ് അല്ലെങ്കിൽ അവരുടെ ഓരോ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ടാണ് നമ്മളുടെ റിസ്ക് നമ്മൾ ഫിക്സ് ചെയ്യുക. ചില ക്ലയൻസിൻ്റെ മണി ലോണ്ടറിങ് റിസ്ക് വളരെ കൂടുതലായിരിക്കും, ചില ക്ലയൻസിൻ്റെ മണി ലോണ്ടറിങ് റിസ്ക് വളരെ കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് രണ്ട് ക്ലയൻറ്റ് കമ്പനീസ് ഉണ്ട്. ഒരു കമ്പനി ഓൺലൈൻ ആക്ടിവിറ്റീസ് ആണ്, ഒരു കമ്പനി ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് ആണ്. എവറിത്തിങ് ഈസ് ഡൺ ബൈ ഇലക്ട്രോണിക് തിങ്സ്. ദേ ആർ നോട്ട് യൂസിങ് എനി ക്യാഷ് ഇൻ ദർ ട്രാൻസാക്ഷൻ. അങ്ങനെയാണെങ്കിൽ അവിടെ മണി ലോണ്ടറിങ് റിസ്ക് കുറവും. നേരെ മറിച്ച് ഇപ്പുറത്ത് വേർ ദി ഓൺലൈൻ ട്രാൻസാക്ഷൻ അക്കേഴ്സ് വിത്തൗട്ട് എനി ID ചെക്സ് ആൻഡ് സ്റ്റാഫ്, അവിടെ മണി ലോണ്ടറിങ് കൂടുതലും ആയിരിക്കും, റിസ്ക് കൂടുതലും ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഓരോ കമ്പനിയുടെ ഓരോ ക്ലയൻറ്റിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിരിക്കും മണി ലോണ്ടറിങ് റിസ്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ചില സിറ്റുവേഷൻസിൽ ചില ക്ലയൻറ്റ് കമ്പനീസ് വളരെയധികം റിസ്ക് ആയിരിക്കും, ചിലത് ലോ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോക്കൽ കസ്റ്റമർ മേക്കിംഗ് സ്മോൾ മന്ത്ലി പേയ്മെന്റ്സ് ലോ റിസ്ക് ആണ്, അല്ലേ? നമ്മളുടെ ക്ലയൻറ്റ് കമ്പനി ഒരുപാട് അങ്ങ് പന്തലിച്ച ക്ലയൻറ്റ് കമ്പനി ഒന്നല്ല, ഒരു SME ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ വരുന്ന ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് ഒക്കെ ലോ റിസ്ക് ആണ്. ഇനി സപ്പോസ് നമ്മളൊരു ഓവർസീസ് ക്ലയൻ്റ് ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, അവർക്ക് ലാർജ് എമൗണ്ട്സ് ഓഫ് ഇന്റർനാഷണൽ ഫണ്ട് ട്രാൻസ്ഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ വെരി ഹൈ റിസ്ക്, അത്രയും നല്ല എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അവർ നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത്. കാരണം അവരുടെ കയ്യിൽ റിസ്ക് കൂടുതലാണ് ഫോർ ദ ചാൻസ് ഓഫ് മണി ലോണ്ടറിങ്. ഓക്കെ അല്ലേ? അപ്പം ഡിസിഷൻസ് നമ്മൾ എപ്പോഴും ആസ് എൻ ഓഡിറ്റർ നമ്മൾ ബേസ്ഡ് ഓൺ ദി എവിഡൻസ് ആണ് നമ്മൾ എടുക്കത്തുള്ളൂ, ഫാക്ട്സ് ആണ് എടുക്കത്തുള്ളൂ. നമ്മൾ ഒരു കാര്യങ്ങളും എസ്റ്റിമേറ്റ് ചെയ്യത്തില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്? ബിസിനസ്സിന് എന്താണ് ചില ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഹൈ റിസ്ക് ആയിരിക്കും, ചിലത് ലോ റിസ്ക് ആയിരിക്കും. അപ്പോൾ ബേസ്ഡ് ഓൺ ദി എവിഡൻസ് വേണം നമ്മൾ ചെയ്യാൻ. നമ്മൾ ഒരു മിനിറ്റ് പോലും ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഗസ് വർക്ക് ഒക്കെ നടത്തിയിട്ട് നമ്മൾ ഓഡിറ്റ് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യരുത് ബേസിക്കലി. അല്ലേ? ഇനി അടുത്തത് ആൻറ്റി മണി ലോണ്ടറിങ് പ്രോഗ്രാംസ്. ഇനി മണി ലോണ്ടറിങ് തടയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ആന്റി മണി ലോണ്ടറിങ് പറയുന്ന സമയത്ത് ഇവിടെയും രണ്ട് പെർസ്പെക്റ്റീവ് യൂസ് ചെയ്യുക. ഒന്ന് സ്വന്തം ഓഡിറ്റ് ഫേം ആയാലും ഒരു ക്ലയൻറ്റ് ഫേം ആയാലും എങ്ങനെയാണെന്നുള്ളത് അസസ് ചെയ്യാൻ വേണ്ടി. അപ്പം ആന്റി മണി ലോണ്ടറിങ് പ്രോഗ്രാമിൻ്റെ കേസിൽ ഫസ്റ്റ് വൺ റിസ്ക് അസസ്മെന്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ റിസ്ക് അസസ്മെന്റ് നടത്തുക, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. നമ്മളുടെ ഓഡിറ്റ് ഫേമിലായാലും നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റ് ഫേമിൽ പോയിട്ട് ഓഡിറ്റ് ചെയ്യുന്നതായാലും അവിടെ മണി ലോണ്ടറിങ് നടക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? എന്ത് സർവീസസ് ആണ് ഓഫർ ചെയ്യുന്നത്, ഏതൊക്കെ കസ്റ്റമേഴ്സിനെയാണ് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്, ഓക്കെ, അല്ലെങ്കിൽ മണി എങ്ങനെയാണ് ബിസിനസ്സിൽ വരുന്നതും പോകുന്നതും, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മണി ലോണ്ടറിങ് റിസ്ക് ഒക്കെ അസർടൈൻ ചെയ്യാൻ പറ്റുക.
എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബാങ്ക് ഓഫറിംഗ് ഇന്റർനാഷണൽ ട്രാൻസ്ഫേഴ്സ് ആസ് ഹയർ റിസ്ക് ദാൻ എ സ്മോളർ ലോക്കൽ സേവിങ്സ് ക്ലബ്. അപ്പോൾ ഒരു ബാങ്ക് ഇന്റർനാഷണൽ ട്രാൻസ്ഫേഴ്സ് നടത്തുന്നതും ഒരു സ്മോൾ ലോക്കൽ സേവിങ്സ് ബാങ്ക് ചെയ്യുന്നതും രണ്ടും രണ്ട് റിസ്ക് ആയിരിക്കും ഉണ്ടാവുക മണി ലോണ്ടറിങ്ങിൽ. രണ്ടാമത്തത് സിസ്റ്റംസ് പോളിസീസ് ആൻഡ് കൺട്രോൾസ്. ഓക്കെ, ഇനി നമ്മളുടെ ഓഡിറ്റ് ഫേമിലായാലും നല്ല തരത്തിലുള്ള നല്ല തോതിലുള്ള സിസ്റ്റംസ് ആൻഡ് കൺട്രോൾസ് പ്ലേസിൽ വേണം. ഒരു കാര്യവശാലും ആർക്കും മണി ലോണ്ടറിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കരുത്. സെയിം വേ നമ്മളുടെ ക്ലയന്റ് ഫേംസിൽ അതുപോലെ തന്നെ ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ അവിടെ മണി ലോണ്ടറിങ് ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമ്മൾ നമ്മുടെ സ്റ്റാഫിനൊക്കെ ട്രെയിൻ ചെയ്യും, അൺയൂഷ്വൽ ആക്ടിവിറ്റി സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറയും, വിസിൽ ബ്ലോയിങ് സിസ്റ്റം ഉണ്ടാക്കും. ഓക്കെ, അതേപോലെ സോഫ്റ്റ്വെയർ ഒക്കെ കീപ്പ് ചെയ്യും ഇൻ ഓർഡർ ടു ട്രാക്ക് ദി ട്രാൻസാക്ഷൻസ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദ ബിസിനസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ സഡൻലി എന്ത് ചെയ്യുക, ബാങ്ക് ഇപ്പം നമ്മളുടെ ക്ലയൻറ്റ് ഒരു ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം അൺയൂഷ്വൽ ആയിട്ട് ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് വലിയ വലിയ എമൗണ്ട്സിൽ ഒരു 100,000 പൗണ്ട്സ് എമൗണ്ട്സിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ വെരി സസ്പീഷ്യസ് കേസ്. അപ്പോൾ അതൊരു മണി ലോണ്ടറിങ്ങിനുള്ള ചാൻസ് ഉണ്ടാക്കാം. മൂന്നാമത്തത് കസ്റ്റമർ ഡ്യൂ ഡെലിജൻസ്. കസ്റ്റമർ ഡ്യൂ ഡെലിജൻസ് എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ നമ്മുടെ കസ്റ്റമറെ പറ്റി നല്ലതായ ബോധം ഉണ്ടായിരിക്കുക, അല്ലേ? അതിപ്പോൾ നമ്മൾ ഓഡിറ്റ് ഫേം ക്ലയൻസിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആയാലും നമ്മളുടെ ക്ലയൻറ്റ് ഫേംസ് അവരുടെ കസ്റ്റമേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണെങ്കിലും എപ്പോഴും രണ്ട് പേഴ്സ്പെക്റ്റീവിലും ചിന്തിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് നമ്മളുടെ കസ്റ്റമേഴ്സ് ആരാണ്. ഓക്കെ, നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ID പ്രൂഫ് ഒക്കെ വാങ്ങുന്നുണ്ടോ ബിഫോർ ഡൂയിങ് ബിസിനസ് വിത്ത് ദം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ റൈറ്റ് ലെവൽസ് ഓഫ് ചെക്ക് ആണോ ചെയ്യുന്നത്? അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ റെഗുലർ കസ്റ്റമേഴ്സിന് ഇങ്ങനെ എൻഹാൻസ്ഡ് ആയിട്ട് നമ്മൾ ഫോറിൻ പൊളിറ്റീഷ്യൻസിനും കാര്യത്തിനും വേറൊരു രീതിയിൽ സിംപ്ലിഫൈഡ് CDD മീൻസ് നമ്മളൊരു ചെറിയ സുമാറ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒക്കെ നടക്കുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലാസ്റ്റിലോട്ട് പറയും. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പാസ്പോർട്ട് എടുക്കുക, അവരുടെ വേറെ ഐഡന്റിഫിക്കേഷൻ കാർഡ്സ് ഒക്കെ നോക്കുക. അടുത്തത് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആസ് ഓഫ് നൗ നമ്മളെല്ലാ ഒരു അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സിലേക്കെങ്കിലും നമ്മളുടെ ക്ലയൻറ്റിൻ്റെ എല്ലാ റെക്കോർഡ്സും കാര്യങ്ങളും നമ്മൾ കീപ്പ് ചെയ്യണം. എന്താ, ഇനി ഈ റെക്കോർഡ്സ് ഒരിക്കലും ലീക്കായി പോവോ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെടുകയോ ചെയ്യരുത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ക്ലയൻറ്റ് ഫേംസിൻ്റെ ഒക്കെ റെക്കോർഡഡ് IDs ഒക്കെ കീപ്പ് ചെയ്യുക, പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഫയലിലൊക്കെ അത് കീപ്പ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത സെഗ്മെന്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇന്റേണൽ കൺട്രോൾസ് ഇൻ ആന്റി മണി ലോണ്ടറിങ് സംഭവമാണ്. അപ്പം അതിൽ നമ്മൾ ആന്റി മണി ലോണ്ടറിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ ക്ലയൻറ്റ് ഫേമിലായാലും ബിസിനസ്സിലായാലും എങ്ങനെയായാലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്റേണൽ കൺട്രോൾസ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് ഇതിനെ അവോയ്ഡ് ചെയ്യും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇന്റേണൽ കൺട്രോൾസ് ഞാൻ ഡബിളേക്ക് എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഓരോ ചെക്ക് പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ ഓരോ കേസിലും നമ്മൾ വെക്കുന്ന ഓരോ പ്രൊസീജിയർ, ഒരു ഫോർമൽ പ്രൊസീജിയർ ഇൻ ദി ഓർഗനൈസേഷനാണ് നമ്മൾ ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയാം, അല്ലെ? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിൽ നമ്മൾ നമ്മളുടെ കമ്പനി കയറുന്ന സമയത്ത് നമ്മളുടെ ID കാർഡ് സ്വൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തംബ്നെയിൽ നമ്മൾ പഞ്ച് ചെയ്യുക, ഇതൊക്കെ ഒരു ഇന്റേണൽ കൺട്രോൾ പ്രൊസീജിയറാണ്. അങ്ങനെ പലതരത്തിലുള്ള ഇന്റേണൽ കൺട്രോൾ പ്രൊസീജിയറിൽ ഒരു കമ്പനിക്ക് നടക്കും. അതേപോലെ ഒരു കൺട്രോൾ ആണ് മണി ലോണ്ടറിങ്ങിന് നമുക്ക് വേണം. അതേപോലെ ഒരു കൺട്രോൾ, അതാണ് ഇന്റേണൽ കൺട്രോൾസ് ഇൻ ആന്റി മണി ലോണ്ടറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എവറി ഫേം മസ്റ്റ് ഹാവ് സ്ട്രോങ് ഇന്റേണൽ കൺട്രോൾസ് ടു പ്രിവെന്റ് ഡിറ്റക്ട് മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ്. അപ്പം അതിൽ ഫസ്റ്റ് വൺ റിട്ടേൺ പോളിസീസ് കൺട്രോൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പം എല്ലാ ഫേമിലും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റിട്ടേൺ പോളിസി ബുക്ക്, പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ദാറ്റ് ഈ കമ്പനി എന്ത് ചെയ്യുന്നില്ല, മണി ലോണ്ടറിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിനെതിരെയുള്ള റൂൾസും റെഗുലേഷൻസും അതിനെതിരെയുള്ള പെനാൽറ്റീസ്, പിന്നെ എന്തായിരിക്കും അതിൻ്റെ ഡിസിപ്ലിനറി ആക്ഷൻസ്, ഇതൊക്കെ ഉള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതിയ ഒരു ബുക്ക്, അല്ലെ? ബുക്ക് അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റ്, സോ ദാറ്റ് ഇറ്റ് ഈസ് ബീങ് പ്രൊവൈഡഡ് ടു എവ്രി അതർ പേഴ്സൺസ് ഇൻ ദ കമ്പനി. എല്ലാവർക്കും അവെയർ ആയിരിക്കും ഈ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അഗെയിൻസ്റ്റ് മണി ലോണ്ടറിങ് ഇങ്ങനെയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫേം എന്ത് ചെയ്യുക, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിട്ടേൺ ആയിട്ട് കീപ്പ് ചെയ്യുക. അതേപോലെ നമ്മളുടെ കമ്പനിയുടെ സൈസിനൊക്കെ അനുസരിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കുക. അതിനെ നമ്മൾ സീനിയർ മാനേജ്മെന്റ് അടുത്ത് നിന്ന് അപ്രൂവൽ മേടിക്കുക, അല്ലേ? സോ ദാറ്റ് ഇറ്റ് കുഡ് ബി സർക്കുലേറ്റഡ് അറൗണ്ട്, അല്ലേ? പിന്നെ എന്ത് ചെയ്യുക, അതിനെ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുക. ഒരിക്കൽ വെച്ചു അതിനുശേഷം പിന്നെ അത് തിരിഞ്ഞു നോക്കാതെ അങ്ങനെയല്ല, എല്ലാ കൊല്ലവും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ പുതിയ വരുന്ന സ്റ്റാഫായാലും പഴയ വരുന്ന സ്റ്റാഫായാലും ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാർജ് ഫേംസ് ഒക്കെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ ആക്കുക. സ്മോൾ ഫേംസിന് റിലേറ്റീവ്ലി കുറവായിരിക്കും വേണ്ടത്. രണ്ടാമത് പറയുന്നത് ഓഫീസർ റെസ്പോൺസിബിൾ ഫോർ AML കംപ്ലയൻസ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിലുള്ള മെയിൻ റൂൾസ് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് വൺ, മണി ലോണ്ടറിങ് കംപ്ലയൻസ് പ്രിൻസിപ്പൽ.
ഓക്കെ, MLCP. ഓക്കെ, അപ്പൊ ഇവിടെ ഇവര് ഓൺ ബോർഡ് നമ്മളുടെ ഓഡിറ്റ് ഫേമിൽ ഉണ്ടായിരിക്കണം. അയാള് സീനിയർ മാനേജ്മെന്റിൽ ഉണ്ടായിരിക്കണം. ഒന്നിക്കൽ അയാൾ ബോർഡ് മെമ്പറോ അല്ലെങ്കിൽ സീനിയർ മാനേജ്മെന്റോ ആയിരിക്കണം. രണ്ടിലൊരാൾ എന്ത് തന്നെ ആയാലും ഓഡിറ്റ് ഫേമിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഇവിടെ ഇയാളായിരിക്കും എന്ത് ചെയ്യുക, എല്ലാ ആന്റി മണി ലോണ്ടറിങ് ഫ്രെയിംവർക്കും ഓവർസീ ചെയ്യുക. രണ്ടാമത്തെ ഓഫീസർ എന്ന് പറയുന്നത് മണി ലോണ്ടറിങ് റിപ്പോർട്ടിംഗ് ഓഫീസർ, അതായത് MLRO. ഓക്കെ, അപ്പൊ MLRO ആണ് എന്ത് ചെയ്യുക, സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന്, അതായത് നമ്മളുടെ ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ക്ലയന്റ് ഫേമിൽ പോയിട്ട് മണി ലോണ്ടറിങ് സസ്പീഷ്യൻസ് ഉണ്ടെങ്കിൽ ഇവരോടാണ് എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ, എന്നിട്ട് ഈ MLRO എന്ത് ചെയ്യും, FIUനോടൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. ഓക്കെ, ഇനിയിപ്പം MLCPക്കും എന്ത് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി സോൾ പ്രൊപ്പറൈറ്റേഴ്സ് ഒക്കെ അതായത് വലിയ വലിയ കമ്പനീസ് എന്നല്ല, SMEs ആണ്, വളരെ ചെറിയ തോതിൽ പോകുന്ന, അതായത് സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് ആണ്, ഒരാൾ മാത്രമേ ഓണർ ഉള്ളൂ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ MLRO ഒന്നും വേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എംപ്ലോയീസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇന്റേണൽ കൺട്രോൾസ് എങ്ങനെ വെക്കുക, നമ്മൾ എംപ്ലോയീസിനൊക്കെ എന്ത് ചെയ്യും, അവരുടെ അപ്പോയിന്റ്മെന്റിന് മുന്നേ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്സ്, അവരുടെ സ്കിൽസ്, നോളജ്, ബിഹേവിയർ, അവരുടെ ഓണസ്റ്റി, അതേപോലെ ഇതൊക്കെ നോക്കിയിട്ടാണ് ആദ്യം അപ്പോയിന്റ് ചെയ്യുക. ഇനി അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് പറഞ്ഞു കൊടുക്കും എങ്ങനെയൊക്കെയാണ് ഓഡിറ്റ് ഫേം ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ക്ലയൻസിന് എങ്ങനെയാണ് സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പിടിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ റിപ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെ ടിപ്പിംഗ് ഓഫ് ചെയ്യാതിരിക്കണം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു സ്റ്റാഫിന് എന്ത് ചെയ്യുക, ലാർജ് ക്യാഷ് ഡെപ്പോസിറ്റ്സ്, ക്യാഷ് പേയ്മെന്റ്സ് ഒക്കെ പോകുന്നത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഫംഗ്ഷൻ, ഇന്റേണൽ കൺട്രോൾ ഫംഗ്ഷൻ, ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ എല്ലാ ഫേമിനും എന്ത് ഉണ്ടാവണം, ഒരു ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് സിസ്റ്റം ഉണ്ടാവണം, സോ ദാറ്റ് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മളുടെ ആന്റി മണി ലോണ്ടറിങ് സിസ്റ്റം ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ. അപ്പൊ ഈ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻഷുർ ചെയ്യാണ് നമ്മളുടെ ഫേമിൽ AML പ്രൊസീജിയേഴ്സ് ഒക്കെ വളരെ ഇൻടാക്റ്റ് ആണ്, നമ്മൾ ഒരു വിധത്തിലുള്ള കോംപ്രമൈസും ഇല്ല. ഓക്കെ, അതേപോലെ സോൾ പ്രൊപ്പറൈറ്റേഴ്സ് ആണെങ്കിൽ ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ വേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ. ഇനി അതേപോലെ ഇതൊരു പെർസ്പെക്റ്റീവ്, ഓഡിറ്റ് ഫേം പെർസ്പെക്റ്റീവ് മാത്രമല്ല, ബിസിനസ് പെർസ്പെക്റ്റീവ് നിന്നും ചിന്തിക്കണം. എല്ലാ ബിസിനസ്സിനും ഒരു ആന്റി മണി ലോണ്ടറിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം ഇഫ് ദ ബിസിനസ് ഇസ് വെരി ലാർജ്. ഓക്കെ അല്ലേ. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു പ്രശ്നമാണ്. നമ്മൾ ഓഡിറ്റ് ഫേം ക്ലയൻസിനൊക്കെ ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ചെക്സും കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്നൊക്കെ അറിയുന്നെങ്കിൽ നമ്മുടെ ഈ AML സിസ്റ്റം ഒന്നും അവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കമ്പനിയിൽ മണി ലോണ്ടറിങ് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കസ്റ്റമർ ഡ്യൂ ഡെലിജൻസ് നമ്മൾ വളരെ ഇൻഡെപ്ത് ആയിട്ട് പോകും. അതാണ് നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ അല്ലേ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.